അയച്ചു കിട്ടാ ഹായ് കൊടുക്കും. അപ്പോൾ ഇന്നിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ 2 ദിവസം ഓഫായ കാരണം കൊണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എല്ലാവർക്കും ഒരു ബോറടി. അപ്പം ഞാൻ വിചാരിച്ചു അതെ ഒച്ചും ബഹളും വീട്ടിലാകെ എന്തൊക്കെയോ പോലെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞങ്ങളൊരു ട്രിപ്പ് നമ്മൾ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ, അങ്ങനെ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചാണ്. അപ്പോൾ എവിടേക്ക് പോകണം ചോദിക്കട്ടെ? നമ്മള് പറ അൽ റുവൈസ്. നീ ഇതുവരെയായിട്ടും വന്നിട്ട് റുവൈസ് ഭാഗത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം റുവൈസ് ഭാഗത്തേക്ക് പോകാന്ന് വെച്ചിട്ട് അങ്ങനെ പോവാണ്ട. അപ്പൊ ബാക്കി വിശേഷങ്ങള് ലിഡിയ പറയും. ഓക്കെ, നായാണോ നായാണോ ഞാൻ വെച്ചിട്ട് പഠിക്കോ ഏതായാലും നാലേ നാ വെച്ചിട്ട് നിന്നെ കാണാൻ നിന്നെക്കാളും ചന്തം തോന്നുന്നു. ഏത് പാട്ടായാലും പറ്റുമെന്ന് പറഞ്ഞോ? ഓക്കെ ഓക്കെ, ആ പാട്ട്. നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും ആരും ആ വെച്ചിട്ട് ഞാറ്റുവേല കിളിയേ ബാക്കി എനിക്കറിയില്ല. ആ പാട്ടു പാടി വരുമോ? ഞങ്ങളിപ്പോ ഇവിടുന്ന് 1 മണിക്കൂറായിട്ടുള്ളൂ. ഇനി 1 മണിക്കൂറിനും കൂടി ഉണ്ട് ഇവിടേക്ക് റുവൈസ് മാളിക്ക്. അപ്പൊ എന്തായാലും 1-2 മണിക്കൂർ എടുക്കും, ഇഷ്ടം പോലെ. ഓക്കെ ഓക്കെ എന്നാ. അങ്ങനെ കുറേ നേരത്തെ യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊരു വിശപ്പിൻ്റെ വീടൊക്കെ വന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഷേഖ് അൽ മന്തി ആൻഡ് അൽ മദ്ദി എന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അവിടെ ചെന്നപ്പോൾ ആംബിയൻസും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ ചെന്നപ്പോൾ ആകെ എനിക്ക് തോന്നുന്നു ഫാമിലീസ് പോലും അല്ല, പോലീസുകാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരു റൂം പോലെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇരുന്നിട്ട് കഴിക്കാന്നുള്ള രീതിയിൽ. അങ്ങനെ അത് കണ്ടപ്പോൾ ഒരാൾക്ക് കിടന്നുറങ്ങാനുള്ള ഒരു പൂതി. കാരണം കുറേ നേരം ഇങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോൾ എന്തായാലും ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ മെനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റൊക്കെ വളരെ കുറവെന്ന് പറയാനില്ല, എന്നാലും നമ്മുടെ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങുന്ന ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ. അങ്ങനെ ഞങ്ങൾ കൈ കഴുകാൻ പോയപ്പോൾ അപ്പുറത്തെ റൂമിൽ പോലീസുകാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടോ, വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വേസ്റ്റ് ആക്കിയിട്ടാണ് അവർ പോയത്. അവർ കഴിച്ചോ ഇല്ലേ ഒന്നും അറിയില്ല, പക്ഷെ അവിടെ വേസ്റ്റ് ആക്കിയിട്ട് പോയിട്ടുണ്ട്. എന്തായാലും നമ്മളും അവരെ പോലെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ബുദ്ധിപൂർവ്വം നീങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോക്കുട്ടന് മട്ടൻ ഇഷ്ടമല്ല, ചിക്കൻ മന്തിയാണ് അവനിഷ്ടം. പിന്നെ മന്തി മേടിച്ച് കഴിഞ്ഞാൽ റൈസ് എന്തായാലും അതിലുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആകെ ഒരു മട്ടൻ മന്തി മേടിച്ച് കഴിഞ്ഞാൽ അതിൽ റൈസും കുറേ ഉണ്ടല്ലോ, അപ്പോൾ ജോക്കൂട്ടനായാലും നമുക്ക് ഷെയർ ചെയ്യാം. അതാകുമ്പോൾ വേസ്റ്റ് ഉണ്ടാവില്ല, നമുക്കും വിഷമം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാട്ടോ ഓർഡർ ചെയ്തത്. ഒരു ഇതൊക്കെ തീർത്തുട്ടാ, നല്ല അടിപൊളിയായിരുന്നു അല്ലേ മമ്മി? നല്ല ക്വാണ്ടിറ്റിയും നല്ല ക്വാളിറ്റിയുള്ള നല്ല മന്തിയായിരുന്നു. മട്ടനാണ് ഞങ്ങൾ പറഞ്ഞത്. ജോക്കുന്ന് പകരം ഒരു ചെറിയ ചിക്കൻ്റെ പീസും പറഞ്ഞു കേട്ടോ, കാരണം അവൻ മട്ടൻ കഴിക്കില്ല. കുഞ്ഞാ അയ്യോ ഫോൺ ഫുള്ള് കഴിച്ചു കേട്ടാ. നല്ല അടിപൊളി മന്തിയാണ്. എൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ വയറ് ഫുള്ളായി ഉറക്കം വരും, അതാണ് എനിക്ക് പ്രശ്നം. അപ്പം ഞാൻ ഇവളോട് പറയാറുണ്ട് ഇവിടെ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പോയാൽ മതി. നല്ല നല്ല ഫുഡ്, നല്ല അറ്റ്മോസ്ഫിയർ, അടിപൊളി. അമ്മയ്ക്ക് റിവ്യൂ ഒന്നുമില്ല, നല്ല ഫുഡാണ്, എല്ലാം ഫിനിഷായി. സാധാരണ ഇങ്ങനെ ഫിനിഷ് ആവാറില്ല. കുഞ്ഞിന് റിവ്യൂ ഓക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അൽദൻഹ മോളിലേക്കാണ് കേട്ടോ. അൽദൻഹ മോൾ ഇരിക്കുന്നത്
ഒരു ചെറിയൊരു മലയുടെ മുകളിലൊക്കെയാണ്. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്ന ടൈമിംഗ് ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു ഉച്ചയൊക്കെ ടൈമിംഗ് ആയിട്ടുണ്ടായിരുന്നു. വെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയപ്പോൾ അധികമായിട്ട് നടക്കാനും വയ്യാത്ത അവസ്ഥ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും മോളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട്, മോളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അത്രയും ജനങ്ങളൊന്നുമില്ല, ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ പോലെയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത്, അതായത് അബുദാബി സിറ്റിയിൽ ലുലുവിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ എക്സ്പെൻസ് കൂടുതലായിരിക്കാം ലുലുവിൽ. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഉണ്ട് ഇതിലിരട്ടിയും പൈസയാണെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ നോർമലായിരിക്കാം കേട്ടോ, എന്തായാലും കുറവില്ല പൈസയും കാര്യങ്ങളൊന്നും, ഒക്കെ അതേ റേറ്റ് തന്നെയുണ്ട്. ഞങ്ങൾ കവറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ലുലുവിൽ വന്ന് സാധനങ്ങൾ മേടിക്കാൻ എന്നുള്ള രീതിയിൽ. പക്ഷേ പാളിപ്പോയി, ഒന്നും മേടിച്ചില്ല. വെറുതെ ലുലുവിൽ കയറി ഓരോ സാധനങ്ങൾ നോക്കി തിരിച്ചതേപോലെ തന്നെ ഞങ്ങൾ തിരിച്ചെത്തി. ഒന്നും മേടിച്ചില്ല അവിടെ നിന്ന്. പിന്നെ എന്താ പറഞ്ഞു വെച്ചാൽ ജോക്കുട്ടനായാലും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് അവിടെ കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ 45 ദിർഹംസ് ആയി 1 മണിക്കൂറിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ 1 മണിക്കൂർ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. കറിയാണോ? എവിടെ കറിയുന്ന ആള്? സാറില്ല ജോക്കട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കാം. ഓക്കെ കുഞ്ഞുമണി, കുഞ്ഞി കുഞ്ഞി ഏത് 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 അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഞങ്ങൾ കാര്യമായിട്ട് അവിടെ നിന്നൊന്നും മേടിച്ചില്ല. കുഞ്ഞിക്ക് ചെറിയ ഒരു 3 ഫ്രൂട്ട്സും പിന്നെ ജോക്കുട്ടനൊക്കെ ഐസ്ക്രീമും, ബസ് ഖലാസ് അത്രേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ പേപ്പൻ്റെ അടുത്തേക്ക് ആട്ടെ. പേപ്പൻ ഇവിടെ റോയേസിൽ എറ്റ്നോക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. അതിൻ്റെ ഇടയ്ക്ക് ജോക്കൂട്ടനും കുഞ്ഞിയാണെന്നുണ്ടെങ്കിൽ കളിയാണ് അവിടെ കിടന്നിട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, ഒന്നുമില്ല കാണാൻ, സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമി, അപ്പുറം ഇപ്പുറം ഒന്നുമില്ല. ഒരു ബക്കാല പോലും നമുക്ക് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, പേപ്പൻ ഇത്രയും നാൾ അവിടെ എങ്ങനെയാണ് താമസിച്ചേ എന്നുള്ളത്. ഇപ്പോഴും അവിടെ തന്നെയാട്ടോ, കുറേ ക്യാമ്പും കാര്യങ്ങളുണ്ട് അവിടെ. ഈ കാണുന്നത് എന്താ പറയുക, ഈ കച്ച റോഡാണ്. അപ്പോൾ ഇതിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അവിടെ എത്തണ്ടേ, എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു. അപ്പോൾ പിന്നെ അവിടെ എന്തായാലും എത്തണം. ഈ കാണുന്നതൊക്കെ മുഴുവൻ ക്യാമ്പുകളാട്ടോ, അതായത് എറ്റ്നോക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ്. അങ്ങനെ ഞങ്ങൾ കുറേ യാത്ര ചെയ്തതിന് ശേഷം ഫൈനലി നമ്മൾ പേപ്പൻ്റെ അടുത്തേക്ക് എത്തി. പേപ്പൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കയറ്റോ ഇല്ലയോ എന്ന് അറിയില്ല ഉള്ളിലേക്ക്, കാരണം റെസ്ട്രിക്റ്റഡ് ഏരിയ ആണല്ലോ. പക്ഷേ പേപ്പൻ പുറത്തേക്ക് വന്നു. എന്തോ ഭാഗ്യത്തിന് അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്ത് ഞങ്ങൾ കയറിയപ്പോൾ കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു ക്യാമ്പ്. അതിൽ 18,000 ആൾക്കാർ താമസിക്കുന്നുണ്ട് ആ ക്യാമ്പിൽ. ഒന്നും പറയാനില്ല, കാരണം വേറെ അവർക്കൊരു ജീവിതം ഇല്ല. കാരണം പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കാലയോ ഒരു കട പോലും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അകത്ത് അവർക്ക് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളുണ്ട്. അതായത് ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, സ്വിമ്മിങ് പൂൾ ഉണ്ട്, അങ്ങനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ കാണുന്നത് ഫുഡിൻ്റെ ഏരിയ ആണ്. അതായത് ഏഷ്യൻ ഫുഡിന് മെസ്സ് വേറെ, പാകിസ്ഥാൻ മെസ്സ് വേറെ, അങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പേപ്പറിൻ്റെ റൂമിലൊക്കെ പോയി കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അങ്ങനെ ഞങ്ങൾ നമ്മുടെ വീടെത്താറായി. അപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചു, അത്രയും പറയാനുള്ളൂ. അങ്ങനെ ഗൈസ് ഞങ്ങൾ
വേസിലൊക്കെ പോയി വന്നു. ഇപ്പോൾ ഷാബിയയിലെത്തി. ഷാബിയയിൽ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചു. നൈറ്റിൽ ചെറുതായിട്ട് കഴിച്ചുള്ളൂ കേട്ടോ. സ്മൂത്തീസും ഐസ്ക്രീമും ഒക്കെ അങ്ങനെ കഴിച്ചിറങ്ങി. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നല്ലൊരു ട്രിപ്പ് പറഞ്ഞു. നമ്മൾ വിചാരിച്ചാലും നന്നായി യാത്രയും കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ഒരു ദിവസം കാണാം. ഓക്കെ ബൈ. ജോ ബൈ കൊടുക്കും.